നിയമസഭാ കക്ഷി നേതാവ് ആരാകും എന്ന ഇതിൽ BJP തർക്കം തുടരുകയാണ്. ഇന്നലെ നടന്ന നേതൃയോഗത്തിലും തീരുമാനമായില്ല. കക്ഷി നേതാവാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും. വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയെന്നാണ് വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇവിടെ വി മുരളീധരൻ അനുകൂലമായി കോർ കമ്മിറ്റിയിൽ ചില ധാരണയുണ്ടായെന്ന് നേരത്തെ സൂചന ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞത് 2 പദവി ഒരാൾക്ക് വേണ്ട എന്ന വി മുരളീധരൻ പക്ഷം നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ധാരണ യഥാർത്ഥത്തിൽ ഉണ്ടായില്ല എന്നതാണോ, അതോ ആ ധാരണയ്ക്ക് ശേഷം കാര്യങ്ങൾ തകിടം മറിയുകയാണോ ശ്രീജിത്ത്? ഹാഷ്മി, കോർ കമ്മിറ്റിയിൽ വി മുരളീധരൻ പാർലമെന്ററി രംഗത്ത് പരിചയസമ്പന്നനായ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സ്വാധീനമുള്ള വി മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവായി വരട്ടെ എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിനോട് രാജീവ് ചന്ദ്രശേഖറിന് വിയോജിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്നലെ ചേർന്ന BJPയുടെ നേതൃയോഗത്തിലും നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെട്ടിട്ടില്ല. ഇതിൽ 2 നേതാക്കളും തങ്ങൾക്ക് നിയമസഭാ കക്ഷി നേതാവാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 MLA-മാരുള്ള പാർട്ടിയാണ് കേരള നിയമസഭയിൽ BJP. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആര് നിയമസഭാ കക്ഷി നേതാവാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമില്ല. എന്നാൽ മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചിരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് കക്ഷി നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചപ്പോൾ സംസാരിച്ചതും രാജീവ് ചന്ദ്രശേഖറാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തർക്കം രൂക്ഷമായതോടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അരികിലേക്ക് പരാതിയുമായി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ആ പരാതിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാനത്തൊരു സമവായം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിലെ ആളുകൾക്ക് തന്നെയുണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, നിയമസഭാ കക്ഷി നേതാവായി ആവണം എന്ന് രണ്ടുപേരും പറയുന്നു, രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും. രാജീവ് ചന്ദ്രശേഖരൻ ഓൾറെഡി ഒരു സംസ്ഥാന അധ്യക്ഷ പദവി ഉണ്ട്, അതുകൊണ്ട് 2 പദവി വേണോ എന്ന് ചോദിക്കുന്നു വി മുരളീധരൻ. അപ്പോൾ അത് മൊത്തം കൺഫ്യൂഷൻ ടെൻഷൻ എന്ന് പറയുമ്പോൾ പോലും ഇത് ചരിത്രത്തിലാദ്യമായി ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ സഭയിൽ മത്സരിപ്പിക്കാൻ BJP കഴിഞ്ഞു. അവരുടെ 3 അംഗങ്ങൾ അവരുടെ സഭയിലുണ്ട്. ആ നേട്ടത്തിന്റെ പുറത്തുനിന്നുള്ള തർക്കമാണ് അത് എന്നുകൂടി ഓർക്കണം കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.